നാട്ടിൽ പകർച്ചവ്യാധി പിടിപെട്ടു. വളരെയധികം ആളുകൾ മരിക്കേണ്ട സാഹചര്യമുണ്ടായി. 100 പേരുടെ ആയുസ് എടുക്കാമെന്ന് തീരുമാനിച്ചാണ് മരണദൂതൻ നാട്ടിലെത്തിയത്. പക്ഷേ ദൂതൻ തിരിച്ചെത്തിയപ്പോഴേക്കും മരിച്ചവരുടെ എണ്ണം 1000 ആയി. കാരണം 100 പേർ ഒരുമിച്ച് മരിച്ചു എന്ന് കേട്ട് പേടിച്ച് മരിച്ചവരാണ് ബാക്കിയുള്ളവർ. അതിജീവനം ശീലമാക്കാത്ത ഒരാൾക്കും അധികകാലം ആയുസ്സുണ്ടാവില്ല. സമ്മർദ്ദം കൊണ്ടോ ഭയം കൊണ്ടോ തുടർന്നുള്ള ചുവടുകൾ വയ്ക്കാത്തവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ പൂർണ്ണ വിരാമമിടും. സ്വയം സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുന്നവർ പുലർത്തുന്ന പൊതു സ്വഭാവമുണ്ട്. മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന ദുരിതങ്ങൾ നാളെ തനിക്കും സംഭവിക്കും എന്നുറച്ച് ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കും. എല്ലാ സംഭവങ്ങൾക്കും വിനാശകരമായ വിശദീകരണങ്ങൾ നൽകി സ്വയം മുറിവേൽപ്പിക്കും. എല്ലാ സംഭവങ്ങളും ഒരു സന്ദേശമല്ല എല്ലാവരും കൈമാറുന്നു. ഏതെങ്കിലും പാഠങ്ങൾ പഠിച്ച് ബുദ്ധിപൂർവ്വം പക്വതയോടെ യാത്ര ചെയ്യുന്നവർ ദീർഘായുസ്സും. ആശങ്കയിൽ അകപ്പെട്ടവർക്ക് ആകസ്മികമായ ജീവഹാനി ഉണ്ടാകും. നമുക്ക് ദുരിതങ്ങളോട് 2 തരത്തിൽ പ്രതികരിക്കാം. അടുത്ത ഇര താനാണെന്നുറച്ച് വിധിക്ക് വഴിയൊരുക്കുക, അല്ലെങ്കിൽ കരുതലോടെ കർത്തവ്യനിരതനാകുക. ഭയം ഇന്നുവരെയും ആരെയും രക്ഷപ്പെടുത്തിയിട്ടില്ല. അതിജീവിച്ചവരെല്ലാം പറയുന്നത് തങ്ങൾ ചാടിക്കടന്ന ഭയത്തിൻ്റെ വേലിക്കെട്ടുകളെക്കുറിച്ചാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ചില ഭയബന്ധുക്കളുണ്ട്. തോൽവിയെയും മരണത്തെയും ഭയക്കാത്തവർ മാത്രമാണ് ജയിക്കുന്നതും മരണത്തിന് ശേഷം ജീവിക്കുന്നതും.